അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെടുത്തിട്ട് മാഡം പിന്നെ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാർത്തികേയ, മീര വധക്കേസില് നാടിളക്കിയുള്ള അന്വേഷണ പോലീസ് നടത്തുന്നത്. നാടിളക്കുമല്ലോ. കേന്ദ്രമന്ത്രിമാരെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുന്ന ബലരാമൻ സാറിന്റെ മകൾ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മരുമകളാകാൻ പോകുന്നവൾ. അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോൾ നാടിളക്കി തന്നെ അന്വേഷണം നടത്തണം. നമുക്ക് മാറി ഇന്ന് കണ്ടു രസിക്കാനല്ലേ പറ്റൂ. മാറി നിന്ന് കണ്ടു രസിക്കാവുന്നോ? കാർത്തികേയൻ എന്താ ഉള്ളിലെ പേടി മാറ്റാൻ തമാശ പറയാണോ? പേടിയോ? എന്റെ മാഡം, പേടിയുള്ളവൻ ഈ തൊഴിലിൽ ഇറങ്ങുമോ? നാട്ടു നടപ്പനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പണിക്ക് പോവില്ലേ? പേടി മാറ്റാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എന്നാലേ ഞാനൊരു കാര്യം പറയാം. മീര വധക്കേസിന്റെ അന്വേഷണം ഒരു തമാശയായിട്ട് കാണണ്ട. അന്വേഷണ ചുമതലയുള്ള ആളെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമില്ലാത്തതിന്റെയാ ഈ ചിരിയും തമാശയും. ഒരു പൊട്ട് തെളിവ് പോലും മണത്ത് കണ്ടുപിടിക്കും അവര്. ചന്ദ്രോത്ത് ഇങ്ങനെ ഒരു മരണം നടന്നിട്ട് ദേവികയും അച്ഛനും എവിടെയെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുക. ആ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കട്ടെ മാഡം, നമുക്ക് നല്ലൊരു ഉത്തരം തയ്യാറാക്കി വെച്ചാ പോരെ. കാർത്തികേയ, തൽക്കാലം തമാശയൊന്ന് വിട്. നമ്മളൊരു അപകടത്തിൽ ചെന്ന് ചാടരുത്. വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ അതുപോലെ തന്നെ പ്രധാനമാ വെല്ലുവിളികൾ ഒഴിവാക്കി വിടുന്നതും. അപകടത്തിന് നേരെ നെഞ്ചും വിരിച്ച് എന്ന് കയറുന്നതല്ല ബുദ്ധി. മാഡം വളച്ചിട്ടതാ കാര്യം പറ. നമുക്ക് ദേവികയെ തിരിച്ചേൽപ്പിക്കാം. എന്താ മാഡം, ക്ലിയർ ആയില്ല? ദേവിക ഇനിയും നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതല്ലാന്ന്. അവളെ നമുക്കങ്ങ് തിരിച്ചു വിട്ടേക്കാം. അത് ശരി, ഞാൻ നിർത്തിയപ്പോ മാഡം തമാശ പറയാൻ തുടങ്ങിയ? കാർത്തികേയ, നമുക്കിതിന്ന് തലയൂരാം. അവളെ വിട്ടയച്ചേ പറ്റൂ. അത് നടക്കില്ല മാഡം. എന്താ പറഞ്ഞ? നടക്കില്ലെന്ന്. ഇനി ആകാശം ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴുമെന്ന് പറഞ്ഞാലും ദേവികയെ വിട്ടയക്കാൻ പറ്റില്ലെന്ന്. മാഡത്തിന് ദേവികയെ തട്ടിക്കൊണ്ടുപോകാൻ തോന്നിയില്ലേ? ആ തോന്നല് എനിക്ക് വേണ്ടി ദൈവം മാഡത്തിനെ കൊണ്ട് തോന്നിപ്പിച്ചതാ. അതുകൊണ്ടാണ് എന്നെ തന്നെ കൃത്യമായി വിളിച്ച് ആ കൊട്ടേഷൻ ഏൽപ്പിച്ചത്. എത്ര കാലം ഞാൻ മനസ്സിലിട്ട് നടന്ന പെണ്ണാന്നറിയോ ദേവിക? അവളെ സ്വന്തമാക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു. അവസാനം അവള് കാരണം ഞാൻ ജയിലിലുമായി. ഇപ്പൊ അവളോടുള്ള സ്നേഹവും പകയും ഒക്കെ ഒരുമിച്ച് തീർക്കാനുള്ള അവസരം എനിക്ക് കൈവന്നിരിക്കുക. സുവർണ അവസരം. കാർത്തികേയ, ഈ അവസരം കൈവിട്ട് കളയാൻ മാത്രം മണ്ടനോ പൊട്ടനോ ഒന്നുമല്ല ഞാൻ. അവൾ എന്റെ പെണ്ണാ. അവളിപ്പോ എന്റെ താവളത്തിൽ കഴിയുന്നു. എല്ലാം ശാന്തമായതിനു ശേഷം അവൾ എന്റെ വീട്ടിൽ കയറും. കാർത്തികേയ, ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതില്. മാഡം പേടിക്കണ്ട. ദേവികയുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്ത പോരെ? പോരാ. അങ്ങനെ ഒരാള് ചെന്ന് ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തീരില്ല. ഞാനും അകത്തായി പോവും. കാർത്തികേയ, അവളെ വിടുന്നതാ നമുക്ക് നല്ലത്. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ദേവികയെ വിടുന്ന കാര്യം എന്നോട് പറയണ്ട. പറയണ്ടെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ടി വരും. നിന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഞാനാ. അപ്പൊ ആദ്യ അവസാനം വരെ എന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും വേണ്ടത് നിന്റെ കടമയാ. പകുതിയിൽ വെച്ച് കാല് മാറിയ ഞാനും കാല് മാറി കളയും. ദേവികയെ തട്ടിക്കൊണ്ടുപോയത് നീയാണെന്ന് ഞാൻ ബലരാമൻ ചേട്ടനെ അറിയിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.